ശാസ്ത്രീയ വേദപഠനം ക്ലാസ് 36 ജന്മം തൊട്ട് കൂട്ടൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് പാലാഴി മഥനവും കൂർമാവതാരവും. അപ്പോൾ പ്രപഞ്ച സൃഷ്ടിയുടെ ഭാഗമായിട്ടുള്ള ചില പ്രോസസ്സുകളാണ് ഇവിടെ പറയുന്നത്. പ്രപഞ്ചം ആദ്യം ഇപ്പോൾ കംപ്ലീറ്റ് ഫില്ലായി കിടക്കുന്നത് തരംഗങ്ങളും കണങ്ങളും. കണങ്ങൾ എന്ന് പറയുമ്പോൾ ഈതർ കണങ്ങളെല്ലാമാണ്, അങ്കീരസുകൾ. പിന്നെ ഇലക്ട്രോണുണ്ട്. പ്രോട്ടോണെല്ലാം മുഴുവൻ എന്തായി മാറി? ന്യൂട്രോണായിട്ടോ അല്ലെങ്കിൽ ന്യൂക്ലിയസ് ആയിട്ടോ മാറി. അപ്പം ഈ പ്രപഞ്ചം മുഴുവൻ ഇലക്ട്രോണും മറ്റുള്ളതിനെ ഇലക്ട്രോണും ന്യൂക്ലിയസുമായിട്ട് അങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. എത്ര ഇലക്ട്രോണാണ് എത്ര ന്യൂക്ലിയസ് ആണ് ഉണ്ടായത് എന്നുള്ളതെല്ലാം സൃഷ്ടിക്ക് ആവശ്യമുള്ളത്ര, ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് എത്ര ആവശ്യമുണ്ടോ അത്രയും ന്യൂക്ലിയസുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ന്യൂക്ലിയസിലുള്ളത് പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണും ന്യൂട്രോണുമാണ്. അപ്പം ന്യൂക്ലിയസിൻ്റെ ചാർജ് പോസിറ്റീവാണ്. ആ പോസിറ്റീവിൻ്റെ കാരണം അതിൻ്റെ അകത്തുള്ള പ്രോട്ടോൺ. ഒരു പ്രോട്ടോൺ ഉണ്ടെങ്കിൽ ഒരു പോസിറ്റീവ്, രണ്ട് പ്രോട്ടോൺ ഉണ്ടെങ്കിൽ രണ്ട് പോസിറ്റീവ്. അങ്ങനെ നമ്പർ ഡിഫറൻസ് ആയിട്ടുള്ള അനേക ന്യൂക്ലിയസുകൾ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായി. ആ പ്രോട്ടോൺ അനുസരിച്ചിട്ടുള്ള ഇലക്ട്രോണുകളും പുറത്തുണ്ട്. ഇനി ഈ ഇലക്ട്രോണിനെയാണ് ഈ ന്യൂക്ലിയസിന് ചുറ്റും അറേഞ്ച് ചെയ്യേണ്ടത്. കാരണം ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. ഒരു പ്രോട്ടോണിന് ഒരു ഇലക്ട്രോണും കൂടിയാലേ നിൽക്കാൻ പറ്റും. ഒരു ആറ്റത്തിൻ്റെ നടുവിൽ ഒരു ന്യൂക്ലിയസിൽ ഒരു പ്രോട്ടോൺ ഉണ്ടെങ്കിൽ ഒരു ഇലക്ട്രോൺ അതിന് ചുറ്റും വേണം. അപ്പോൾ ഒരാറ്റമാണ്. രണ്ട് പ്രോട്ടോൺ ഉണ്ടെങ്കിൽ രണ്ട് ഇലക്ട്രോൺ ചുറ്റും വെച്ചാലേ അടുത്ത ആറ്റം. 3 ഉണ്ടെങ്കിൽ 3 ഇലക്ട്രോൺ. ഇങ്ങനെയാണ് ആറ്റങ്ങളുടെ ഘടന വരുന്നത് ഏകദേശം. അപ്പോൾ ഇലക്ട്രോൺ പുറത്ത് വെക്കണം. അപ്പം കഴിഞ്ഞതിൽ നമ്മൾ കണ്ടത് ആറ്റത്തിൻ്റെ ഒരു മോഡൽ കണ്ടു. അത് ദുർവാസ മഹർഷിയുടെ കഥയായിട്ട് ബന്ധിപ്പിച്ചിട്ട് ആനയുടെ മസ്തകം തലയായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് അതിൻ്റെ പുറത്തൊരു മാല വെച്ചപ്പോൾ, ആ മാല എന്ന് പറയുമ്പോൾ ഓർബിറ്റുമാണ്, ഓർബിറ്റിലുള്ള ഇലക്ട്രോണാണ്. അത് അങ്ങനെ വെച്ചപ്പോൾ അതങ്ങ് വീണുപോയി. ഇവിടെ ആന വലിച്ച് താളത്തിട്ടു. ആദ്യത്തെ ആറ്റം മോഡലിലും അത് തന്നെയാണ് പറഞ്ഞത്. നടുവിലൊരു ന്യൂക്ലിയസ്, അതിൻ്റെ ചുറ്റും ഇലക്ട്രോൺ, ആവശ്യമുള്ള ഇലക്ട്രോണിന് വെച്ചു എന്ന് പറഞ്ഞ ഒരു മോഡലാണ് ആദ്യം ശാസ്ത്രലോകം സജസ്റ്റ് ചെയ്തത്. അത് ഫെയിലറായിട്ട്, കാരണം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് വീണു, ആകർഷണങ്ങളുണ്ട്. പിന്നെയാണ് അപ്പം ഇന്ദ്രന് ജരാനര ബാധിക്കുന്നു എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ദ്രനാണ് ഈ കർമ്മേന സൃഷ്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന ആൾ ഇന്ദ്രനാണ്. എല്ലാം ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷം, ആ ഫോഴ്സ്. കഥയിൽ ഇന്ദ്രനായിട്ട് ചിത്രീകരിക്കും, കണ്ണും മൂക്കെല്ലാം വെച്ചിട്ട്. ആ ഫോഴ്സ് ഇതിനെല്ലാം റീഡ് ചെയ്യുന്ന, കൺട്രോൾ ചെയ്യുന്ന, കോർഡിനേറ്റ് ചെയ്യുന്ന ആ ഫോഴ്സ്. അപ്പോൾ അത് ജരാനര ബാധിക്കുകയെന്നാൽ അതിൻ്റെ ലക്ഷ്യങ്ങളെല്ലാം പൊളിഞ്ഞു. പ്രപഞ്ചം ഉണ്ടാകുന്ന പരിപാടിയെല്ലാം പൊളിഞ്ഞു. പിന്നെയാണ് ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയപ്പോൾ അതിനുള്ള വഴി പറഞ്ഞു കൊടുത്തത്. അത് പാലാഴി മഥനമാണ്. അപ്പം ആ കഥയിനി കേൾക്കാം. ഇന്ന് നമുക്ക് പാലാഴി മഥനം കഥ ഒന്ന് നോക്കാം. ബ്രഹ്മാവ് ദേവന്മാരോട് അസുരന്മാരുമായി സന്ധിയിലേർപ്പെട്ട് പാലാഴി മഥനം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ദേവന്മാർ അസുര രാജാവായ ബലിയോട് സഹായം അഭ്യർത്ഥിച്ചു. അപ്പോൾ ബലി താൽക്കാലികമായി അവരുമായി സന്ധിയിലേർപ്പെട്ടു. അങ്ങനെ പാലാഴി മഥനത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. മന്ദരപർവ്വതത്തെ കടക്കോലായും വാസുകിയെ കയറായിട്ടും ഉപയോഗിച്ച് പാലാഴി മഥനം ആരംഭിച്ചു. ബാലറ്റം ദേവന്മാരും വാസുകിയുടെ തലയുടെ ഭാഗത്ത് അസുരന്മാരും പിടിച്ച് മഥനം ആരംഭിച്ചു. പക്ഷേ പർവ്വതത്തിന് അടിത്തറയായിട്ട് ഒരു താങ്ങുമില്ലായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? കുറെ നാൾ കടഞ്ഞപ്പോൾ
പർവ്വതം അങ്ങ് താണുപോയി. അപ്പോൾ വിഷ്ണു എന്ത് ചെയ്തു? അവതാരമെടുത്തു. വിഷ്ണുവിന്റെ രണ്ടാമത്തെ അവതാരമായ കൂർമാവതാരം എടുത്ത് ഈ പർവ്വതത്തിന് അടിത്തറയായിട്ട് നിന്നു. കൂർമ്മത്തിന്റെ മുതുകിന്റെ മുകളിൽ മന്ധരപർവ്വതം താങ്ങിക്കൊണ്ട് പാലാഴി മഥനം ആരംഭിച്ചു. അപ്പോൾ ദേവന്മാരുടെ 1000 വർഷത്തോളം കാലം ഈ മഥനം തുടർന്നു. ഇവിടെ ദേവന്മാരും അസുരന്മാരും കൂടിയിട്ടാണ് പാലാഴി മഥനം നടത്തേണ്ടത്. അത് ബ്രഹ്മാവ് പറഞ്ഞു കൊടുത്ത വഴിയാണ്. അപ്പം ദേവന്മാരെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ നേതാവ്, അസുരന്മാരുടെ നേതാവായ വലിയ പാതാള ലോകത്തിൽ പോയി കണ്ടിട്ട് അവരെല്ലാം കൂടിയിട്ട് പാലാഴി മഥനത്തിന് തയ്യാറാകുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മൾ എന്ത് കർമ്മങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടി എന്തുണ്ട്? ന്യൂട്ടൻ്റെ തേർഡ് ലോ പ്രകാരം ദർ ഈസ് എ റിയാക്ഷൻ. പാലാഴി മഥനം എന്ന് പറയുമ്പോൾ നമ്മൾ പാല് കടയുന്ന മാതിരി തന്നെ വെച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞു തരികയാണ്. പാല് കടയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കും. ഒരിക്കൽ അങ്ങോട്ട് തിരിച്ചാൽ പിന്നെ ഇങ്ങോട്ടേക്ക് തിരിക്കും. അതിൻ്റെ ഒരു ആക്ഷൻ കൊണ്ടാണ് പാലിൻ്റെ അകത്ത് യൂണിഫോമായിട്ട് കിടന്നിരുന്ന കണങ്ങളെല്ലാം ചേർന്നിട്ട് വെണ്ണയായിട്ട് പുറത്തേക്ക് വരുന്നു. അതുപോലെയുള്ള ഒരു പ്രോസസ്സിലൂടെ ഈ ഇപ്പം പ്രപഞ്ചം പാല് മാതിരി കുറേ വേവുകളുണ്ട്, തരംഗങ്ങളുണ്ട്, കുറേ കണങ്ങളുണ്ട്, ഇലക്ട്രോണുണ്ട്, പിന്നെ കുറേ ന്യൂക്ലിയസ്, കുറേ വണ്ണമുള്ള ന്യൂക്ലിയസ് ആയിട്ട് അത് പ്രോട്ടോണും ന്യൂട്രോണും എല്ലാം ഉണ്ട്. അത് ബോൾ മാതിരിയാണ് ഉള്ളത്, രുദ്രാക്ഷം മാതിരിയാണ് ഉള്ളത് എന്നെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. അതും ഇങ്ങനെ പ്രപഞ്ചം നിറഞ്ഞു കിടക്കുകയാണ്. ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് വേണ്ട എല്ലാ തന്മാത്രകളും. ഇനി ഇതിൻ്റെ ചുറ്റുമായിട്ട് ഇലക്ട്രോണെ ചുറ്റിപ്പിക്കണമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. കടയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്ഥലത്ത് മാത്രമല്ല, എത്രയോ ന്യൂക്ലിയസ് ഈ പ്രപഞ്ചം മുഴുവൻ. അപ്പോൾ ഓരോന്നിൻ്റെയും കേന്ദ്രമാക്കിക്കൊണ്ട് കടഞ്ഞിട്ട് ഇങ്ങനെ ചുറ്റിപ്പിക്കുക. അപ്പോഴാണ് ആറ്റമായി മാറുക. കാരണം ആറ്റം ഒറ്റയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ വീട് പോകുന്നുള്ളത്. അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം പോയത്. ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ അതിനെ ചുറ്റിപ്പിക്കണം. ചുറ്റിപ്പിച്ച് കഴിയുമ്പോൾ അത് ആ ഓർബിറ്റിൽ അവിടെ നിൽക്കും. കാരണം ചുറ്റുമ്പോൾ പുറത്തേക്ക് ധരിക്കാനുള്ള ഒരു ശക്തി ഉണ്ടാവും. നമ്മളൊരു കല്ലെടുത്ത് ഒരു കയറ് കെട്ടി അറ്റം പിടിച്ചിട്ട് ഇങ്ങനെ ശക്തിയിൽ ചുറ്റുമ്പോൾ അത് വിട്ട് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് ധരിക്കും. അപ്പോൾ ഒരു കേന്ദ്രമായിട്ട് ബിന്ദുവിൽ വെച്ചുകൊണ്ട് കറക്കുമ്പോൾ, ന്യൂക്ലിയസിൻ്റെ ചുറ്റുമീനെ കറക്കുമ്പോൾ പുറത്തേക്ക് ധരിക്കാനുള്ളൊരു ശക്തിയുണ്ട്. അതേസമയം ഇലക്ട്രോണിനെ അകത്തേക്ക് ന്യൂക്ലിയസ് പിടിച്ച് വലിക്കുന്നുണ്ട്. അപ്പം 2 ശക്തികൾ വരികയാണ്. ഒന്ന് പുറത്തേക്ക് തെറിക്കുന്നത്, ഈ ചുറ്റൽ കൊണ്ട് പുറത്തേക്ക് തെറിക്കുന്നത്, മറ്റേത് വലിക്കുന്നത് കൊണ്ട് അകത്തേക്കുള്ളത്. അപ്പം 2 തുല്യമാകുമ്പോൾ ആ ഇലക്ട്രോൺ എന്ത് ചെയ്യും? അവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങും. അവിടെ ഈ 2 ഈക്വൽ ഫോഴ്സ് ഉണ്ടാകുമ്പോൾ സ്റ്റേബിൾ സ്റ്റേജിൽ എത്തുകയാണ്. അത് പിന്നെ സ്ഥിരമായിട്ട് അങ്ങനെ കറങ്ങിക്കൊണ്ട് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ സാത്വഗുണം. ഇപ്പം ഇലക്ട്രോണ് ചുറ്റുമ്പോൾ ഒരു തെറിക്കാനുള്ളൊരു ശക്തി ഉണ്ടാവും. അതേസമയം ന്യൂക്ലിയസ് പിടിച്ചപ്പോഴും അകത്തേക്ക് വലിക്കുകയും 2 തുല്യമാകുമ്പോൾ ഇപ്പോൾ ഒരാൾ ഇങ്ങോട്ടും വലിച്ച് ഇങ്ങോട്ടും തുല്യ ശക്തിയിൽ വലിച്ചാൽ അങ്ങനെ തന്നെ ആ സ്റ്റേജിൽ തന്നെ എങ്ങനെ കാണും? സത്വഗുണം, അതായത് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ. ഇപ്പോൾ ഇലക്ട്രോൺ ഇങ്ങനെ ചുറ്റിക്കോളും. ഇങ്ങനെ ഇലക്ട്രോണിനെ ചുറ്റിക്കാനാണ് പാലാഴി മഥനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറേ ആറ്റങ്ങൾ ഉണ്ടാവും. പക്ഷേ ഇവിടെ എന്താ കഥയിൽ പറയുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ചുറ്റാൻ തുടങ്ങിയപ്പോൾ ഇപ്പം ചുറ്റുന്നതിന് ഉപയോഗിച്ച എന്താണ്? മന്ധര പർവ്വതത്തെയാണ്. പർവ്വതം മാതിരിയുള്ള ഒരു സാധനമാണ് ഈ ന്യൂക്ലിയസ്. അതാണ് മന്ധര പർവ്വതം. കടയാൻ വേണ്ടിയിട്ട് ഒരു കോലുണ്ടാവുമല്ലോ, അതുപോലെയാണ് മന്ധര പർവ്വതം. പർവ്വതം എന്ന് പറയാൻ കാരണം പ്രപഞ്ചത്തിൽ ഇപ്പോൾ കുറേ ഇലക്ട്രോൺ ഉണ്ട്. അതിന് സൈസൊന്നുമില്ല, വളരെ ചെറുതാണ്. എന്നാൽ ഈ കുറേ ഇലക്ട്രോണെല്ലാം കൂടിയിട്ട് പ്രോട്ടോണും കൂടിയിട്ട് ന്യൂട്രോണും കൂടിയിട്ടുണ്ടായ ന്യൂക്ലിയസ് അത് കുറച്ച് വലുതാണ്. മറ്റേതെല്ലാം കമ്പയർ ചെയ്യുമ്പോൾ അതൊരു പർവ്വതത്തിന് സമാനമാണ്. അതുകൊണ്ടാണ് അതിനെ മന്ധര പർവ്വതം എന്ന് പറയുന്നത്. അപ്പം ആ മന്ധര പർവ്വതത്തിനെ
ചുറ്റുമാണ് കറക്കുന്നത്. വട്ടത്തിൽ കറക്കുമ്പോൾ എനർജി, ഊർജം ഉപയോഗിച്ചിട്ടാണ് കറക്കുന്നത്. അപ്പോൾ ഊർജത്തെ നമ്മൾ പാമ്പായിട്ട് കണക്കാക്കും, അല്ലെങ്കിൽ കയറായിട്ട് കണക്കാക്കും. നമ്മളെ പാല് കടയുമ്പോൾ ഒരു കയറിട്ടിട്ടാണ് ഇങ്ങനെ തിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കുന്നതുകൊണ്ടാണ് ദേവന്മാരും അസുരന്മാരും കൂട്ടായിട്ടാണ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. രണ്ടും എതിരാണ്. കറക്കുന്നത് കയറിന് പകരം ഇവിടെ ഓർബിറ്റിലൂട്ടിയാണ് കറക്കുന്നത്. കയറിന് പകരം ഓർബിറ്റിനെ പക്ഷേ എനർജിയുടെ ഓർബിറ്റാണ്. അപ്പോൾ പാമ്പായി ചിത്രീകരിക്കും. അപ്പം വാസുകി എന്നൊരു സർപ്പത്തെ കയറാക്കിക്കൊണ്ടും ഈ ന്യൂക്ലിയസിനെ കഥയിൽ വരുമ്പോൾ മന്ദരപർവ്വതം എന്ന് പറയും, ആക്കിക്കൊണ്ടുമാണ് കറക്കുന്നത്. അങ്ങനെ കറക്കുമ്പോഴുണ്ടായ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സാധനം അങ്ങ് താണുപോകും. ഈ മന്ദരപർവ്വതം അങ്ങ് താണുപോവുക. ഒരു സപ്പോർട്ട് കൊടുക്കണം. ഇത് സൃഷ്ടിയായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ, കാരണം ഈ പറയുന്ന ന്യൂക്ലിയസ് അല്ലെങ്കിൽ മന്ദരപർവ്വതം അല്ലെങ്കിൽ രുദ്രൻ എന്ന് പറയുന്ന സാധനം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനെ ചുറ്റും ഇലക്ട്രോണെ കറക്കണ്ടിക്ക് ആ സാധനത്തെ ഇങ്ങനെ സ്ഥിരമായിട്ട് നിർത്തിയതിൻ്റെ ശേഷമേ അതിൻ്റെ ചുറ്റും കറങ്ങുകയുള്ളൂ. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളെ ചുറ്റും ഒരാൾ കറങ്ങണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയും പോവുകയാണ്, അവനെങ്ങനെയാണ് നമ്മളെ ചുറ്റും കറങ്ങാൻ പറ്റില്ല. അപ്പം അതിന് ചുറ്റും കറങ്ങണ്ടിക്കില്ല, അത് സ്റ്റഡിയായിട്ട് നിൽക്കണം, എങ്കിലേ കറക്കാൻ പറ്റും. ഇപ്പം ഈ പ്രപഞ്ചത്തിലുള്ള കണങ്ങളെല്ലാം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് തോന്നുന്ന മാതിരി. അപ്പം ഇതിനെ പിടിച്ചു നിർത്തുക, അല്ലെങ്കിൽ അതങ്ങ് താണു. പിടിച്ചു നിർത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? വിഷ്ണുവാണ്. അപ്പോൾ വിഷ്ണു എന്ത് ചെയ്തു? ഒരു ആമയുടെ രൂപം പൂണ്ടുകൊണ്ട് അടിയിൽ വന്നിട്ട് മന്ദരപർവ്വതത്തെ താങ്ങുന്നു. ഇത് ന്യൂക്ലിയസ് ആണ്, രുദ്രനാണ്, ഒരു പർവ്വതമാരിയുള്ള സാധനം. ചുറ്റും കറക്കുന്നത് ഊർജമാണ്. കറക്കുക എന്ന് പറഞ്ഞാൽ ഊർജമാണ്, എനർജിയാണ്, ഒരു ശക്തിയാണ് അതിനെ കറക്കുന്നത്. അപ്പോൾ ആ ശക്തിയെ പാമ്പായിട്ടാണ് കഥയിലെല്ലാം ചിത്രീകരിക്കുക. ഇവിടെ വാസുകി എന്നൊരു സർപ്പമാണ് കറക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സാധനത്തെ സ്റ്റഡിയായി വെക്കണം. ആ ന്യൂക്ലിയസിന് ആദ്യം പിടിച്ചാടെ വെക്കണം, എങ്കിലും മാത്രമേ, കാരണം അതിനെല്ലാം ഒരു ശക്തി അടി ഉണ്ടായേ പറ്റൂ. നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മളെല്ലാം അതിനകത്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ പ്രപഞ്ചത്തിൽ വേറെയൊന്നുമില്ല. അപ്പം പ്രപഞ്ചത്തിലുള്ള ചില ശക്തികളെയാണ് പറയുന്നത്. വിഷ്ണു ഒരു ബലം എന്ത് വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഇടയ്ക്കെല്ലാം കുറേ ബലങ്ങളുണ്ട്. സയൻസിൻ്റെ പരിധിയിൽ നിന്ന് വരാതെ ചില ബലങ്ങളുണ്ട്. കൺട്രോളിങ് പവേഴ്സ്, കൺട്രോളിങ് ഫോഴ്സസ്. അങ്ങനെയുള്ളൊരു ബലമാണ് ഈ വിഷ്ണുവായിട്ട് കാണേണ്ടത്. അങ്ങനെ ഒരു ബലം ഇതിനെ സപ്പോർട്ട് ചെയ്ത് പിടിച്ച് നിർത്തിയിട്ടുണ്ട്. നിർത്താതെ ചുറ്റാൻ പറ്റില്ല. ഇപ്പം ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ചുറ്റും ഒരാൾക്ക് വട്ടത്തിൽ കറങ്ങണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. എന്നെ പിടിച്ചിട്ട് ഒരാളെന്ത് വേണം? പിടിച്ച് നിർത്തണം. അപ്പം അവിടെ ഒരു ഫോഴ്സ് ആവശ്യമുണ്ട്. ഈ ഫോഴ്സിനെ അല്ലാണ് വിഷ്ണുവായിട്ടും ഇന്ദ്രനായിട്ടും എല്ലാം ചിത്രീകരിക്കുന്നത്. കാരണം നമുക്ക് പറയാൻ എളുപ്പമാണ്, പക്ഷെ പ്രാക്ടിക്കലായിട്ട് വരുമ്പോൾ നമ്മളും കുറേ കണങ്ങൾ ഇവിടെ ഉണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിലും നമുക്ക് ഇലക്ട്രോണിനെ ചുറ്റിക്കടന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ര പറ്റില്ല. ആദ്യം ഈ കടത്തെ എങ്ങനെയെങ്കിലും നമ്മൾ പിടിച്ച് വെച്ചിട്ട് വേണം ചുറ്റിക്കാൻ. അപ്പം അവിടെ മനുഷ്യനൊന്നുമില്ല, അവിടെയുള്ളത് കുറേ ബലങ്ങളാണ്. അങ്ങനെയുള്ള ഒരു ബലമാണ് ഇവിടെ ഈ വിഷ്ണു. ഇപ്പം വിഷ്ണു ഒരു ആമയുടെ രൂപത്തിൽ വന്ന് സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു ബലം അവിടെ ആ ന്യൂക്ലിയസിനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? എങ്കിലേ ആറ്റം ഉണ്ടാകും. ആറ്റം ഉണ്ടായാലേ ന്യൂക്ലിയസ് കുറേ മോളിക്യൂളെല്ലാം ഉണ്ടെങ്കിൽ പ്രപഞ്ചം ഉണ്ടാവുകയുള്ളൂ. അപ്പം അതിൻ്റെ പിന്നിൽ ഒരു ശക്തി പിന്നിലുണ്ട്, അതാണ് വിഷ്ണു. ഒരു ശക്തിവിശേഷം ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന പലതരം ശക്തിവിശേഷങ്ങളുണ്ട് ഇതിനെല്ലാം കൺട്രോൾ ചെയ്യാൻ. അത് സയൻസിൽ വരുന്ന ശക്തിവിശേഷമല്ല. പക്ഷെ അതില്ലാതെ ഒരു സിസ്റ്റത്തിനും മുന്നോട്ട് പോകാൻ പറ്റില്ല. കൺട്രോളിങ് ഫോഴ്സ് എന്ന് പറയുന്ന കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോവുക, കോർഡിനേറ്റ് ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക, ഇങ്ങനെയെല്ലാം ഉള്ള ചില ഘടകങ്ങൾ ആധുനിക മാനേജ്മെൻറ്റിൽ എസെൻഷ്യലാണ്. അങ്ങനത്തെ ജീവികളൊന്നും ഇവിടെ പ്രപഞ്ചത്തിലില്ല. അപ്പോൾ ചില ബലങ്ങളാണ് അവിടെ ഈ റോളുകൾ എടുക്കുന്നത്. ആ ബലങ്ങളെയാണ് ദേവതകളായിട്ട് ഇന്ദ്രനായിട്ടും നാരദനായിട്ടും എല്ലാം ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പം അവിടെ വിഷ്ണു വന്നിട്ടാണ്
ആ ഓരോ ന്യൂക്ലിയസിനും പ്രപഞ്ചത്തിൽ എത്രയോ ന്യൂക്ലിയസ് ഉണ്ട്, അതിനെല്ലാം പിടിച്ചു നിർത്തി. എന്നിട്ട് പറയും നീയുടെ അടങ്ങി നിൽക്ക്, ഇലക്ട്രോണെ ഞാൻ ഇതിൻ്റെ ചുറ്റും കറക്കട്ടെ. അപ്പോൾ അത് ആമയായിട്ടാണ് വന്നത്. അപ്പം രണ്ടാമത്തെ വിഷ്ണുവിൻ്റെ അവതാരം ആമയാണ്. അതായത് അതൊരു വലിയ പ്രയാസമുള്ള ഒരു ഘട്ടമാണ്. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിന് ന്യൂക്ലിയസിൻ്റെ ചുറ്റും ഇലക്ട്രോണിനെ ചുറ്റിക്കുക. നമ്മൾ വിചാരിക്കുന്ന മാതിരി അത്ര സിമ്പിൾ കാര്യമല്ല. കാരണം അല്ലെങ്കിൽ ഇലക്ട്രോൺ പോയി അതിൻ്റെ അകത്ത് വീണു പോകും. കാരണം ഇത് തമ്മിൽ ആകർഷണങ്ങളുണ്ട്, പോയി വീഴാനാണ് സാധ്യത. വീഴാതെ ചുറ്റിപ്പിക്കണ്ടിക്കിൽ അവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്തിട്ടുണ്ട്. ആ ഫോഴ്സിനെയാണ് വിഷ്ണുവായി ചിത്രീകരിച്ചിരിക്കുന്നത്. അതല്ല ഇമാജിനറി ഫോഴ്സാണ്, നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമാണത്. ആ പ്രോസസ്സ് നടക്കുന്നത് ഇങ്ങനെയെല്ലാം നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതെല്ലാം എന്തുകൊണ്ടാണ് ആ ഫോഴ്സ് വരുന്നത്? അതെല്ലാം സയൻസിൻ്റെ അടിസ്ഥാനത്തിലും സയൻസ് തന്നെ ഒരു ഫോഴ്സാണ്. പോരായിട്ട് പരമാത്മാ എന്നുള്ളൊരു പ്ലാൻ അനുസരിച്ച് പരമാത്മാവിലൊരു പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം ഇങ്ങനെ ഓരോ സ്റ്റെപ്പിലും കൈകാര്യം ചെയ്യേണ്ടത്. അതിനുള്ള ഫലങ്ങളും അതിനനുസരിച്ച് ഉണ്ടാക്കി വിട്ടിട്ടുണ്ട്. അതിനനുസരിച്ചാണ് ആറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ആമയായിട്ട് വന്നു എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ആമയായിട്ട് ചിത്രീകരിച്ചത്? അതിനൊരു കാരണമുണ്ട്. ഇതൊരു ആമയായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ചുറ്റുമ്പോൾ ഉണ്ടാകുന്ന സാധനത്തിൻ്റെ രൂപം എന്താണ്? അതാണ് ആറ്റം. ഇതാണ് ആറ്റം. ഇത് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ്, അതിൻ്റെ ചുറ്റും ഇലക്ട്രോൺ ഇതാ ചുറ്റുന്നത്. ഇലക്ട്രോൺ, ഇത് ഇലക്ട്രോണാണ്, ഇത് ഇലക്ട്രോണാണ്, ഇതെല്ലാം ഇലക്ട്രോണാണ്. ഇതിനെ ആമയായി ചിത്രീകരിച്ചിരിക്കുക ന്യൂക്ലിയസ്. അതിൻ്റെ ചുറ്റും കുറേ കാലുമെല്ലാം തലയെല്ലാം കൂടിയുമ്പോൾ അതിനെ ഇലക്ട്രോണായിട്ട് എടുത്തു കഴിഞ്ഞാൽ രണ്ടിൻ്റെ ഷേപ്പ് ഏകദേശം ഒരേപോലെയാണ്. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇതൊന്നും വരച്ചിട്ട് ആറ്റത്തിൻ്റെ ഘടനയൊന്നും പറഞ്ഞു തരാൻ പറ്റില്ല. അതുകൊണ്ട് അവർ എന്ത് ചെയ്യുന്നു? അതിന് സമാനമായ പ്രകൃതിയിലുള്ള സംഗതികൾ എടുത്തിട്ട് ഇപ്പം ന്യൂക്ലിയസ് കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നു. മറ്റേ രുദ്രാക്ഷ നോക്കിയാൽ മതി. ഇവിടെ ഓർബിറ്റിലെ ഇലക്ട്രോണിനെ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു മാലയായിട്ട് ചിത്രീകരിച്ചു തന്നു. അത് നമ്മൾ പൂണൂലായിട്ട് വിദ്യ ഉപയോഗിക്കണം എന്നും പറഞ്ഞു. അത്തരത്തിലോട്ട് ആ ഓർബിറ്റിനെ എല്ലാം പഠിച്ചിട്ട് വേണം വിദ്യാഭ്യാസം തുടങ്ങാൻ. ആറ്റത്തിൽ നിന്ന് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ പഠിക്കാൻ പോകുമ്പോൾ ഇതിച്ച് ഇടാൻ പറയുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ ഉണ്ടാകുന്ന ആറ്റത്തിൻ്റെ ഘടന പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞു തന്നു. ഇതുവഴിയാണ് ആമയായിട്ടാണ് വന്നതെന്നാണ്. ആമയിൽ നിന്ന് നമ്മൾ ഉണ്ടാകാൻ പോകുന്ന ന്യൂക്ലിയസിൻ്റെ ആറ്റത്തിൻ്റെ ഘടന നമ്മൾ മനസ്സിലാക്കണം. ആമേൻ്റെ നടുവിലൊരു ഷെല്ലുണ്ട്, അതിന് കുറേ കാലിങ്ങനെ തള്ളിക്കിടക്കുന്ന വരിക്കണം. അതേപോലെ തന്നെ ഇതിനൊരു ന്യൂക്ലിയസ് ഉണ്ട്, അതിന് ചുറ്റും ഇലക്ട്രോണുണ്ട്. ഇലക്ട്രോണിൻ്റെ തലയും കാലും മാരിയെല്ലാം ചിന്തിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇതേപോലെയാണ്. അതിൻ്റെ പേര് ഷെല്ല് എന്നാണ്. ഏതിൻ്റെ? ആമേൻ്റെ ആ ഷെല്ല് എന്നാണ് പറയുക. നമ്മൾ ഈ ആറ്റത്തിൻ്റെ അകത്തുള്ള ഈ ഓർബിറ്റിനും കെമിസ്ട്രി പഠിക്കുന്നവർക്കറിയാം അതിന് എനർജി ഷെൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ കോയിൻസൈഡ് ചെയ്തു എന്ന് അത്ഭുതമാണ്. ഈ ഓർബിറ്റിനും കൊടുത്തിരിക്കുന്ന ഷെല്ല് എന്നാണ്. ആമേൻ്റെ പുറത്തുള്ളത് ഷെല്ലാണ്. ആധുനിക സയൻസിൽ ഷെല്ല് എന്ന് പറയും ആ ഓർബിറ്റിൽ. കെ ഷെൽ, എൽ ഷെൽ എന്നെല്ലാം പറയും. ഇതിൽ ആമക്ക് ഷെല്ല് ചെയ്യുന്നു. അപ്പം അങ്ങനെയാണ് വിഷ്ണുവിൻ്റെ രണ്ടാമത്തെ അവതാരം. എൻ്റെ ആമയുടെ രൂപത്തിൽ, അതായത് ഒരാറ്റമായിട്ട് അത് ആമയുടെ രൂപത്തിലുള്ള ആറ്റമായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇപ്പം പ്രപഞ്ചത്തിൽ എന്തായി മാറി? ഇലക്ട്രോണെല്ലാം ആദ്യമുണ്ടായിരുന്ന കണങ്ങൾ കംപ്രസ്സായിട്ട് ന്യൂക്ലിയസായി. പിന്നെ കുറേ ഇലക്ട്രോൺ ഉണ്ടായിരുന്നു. ആ ഇലക്ട്രോണ് ഇതിൻ്റെ ചുറ്റും ചുറ്റാൻ തുടങ്ങുമ്പോൾ പ്രശ്നമില്ല, അത് വീഴില്ല. ചുറ്റുമ്പോൾ പുറത്തേക്ക് തെളിക്കുന്ന ഒരു ബലമുണ്ട്, ആകർഷണ ബലമുണ്ട്. അതുകൊണ്ട് ആറ്റം ശരിയായൊരു ഫോമിലേക്ക് എത്തി. അതാണ് ആറ്റത്തിൻ്റെ ഘടന. അതിൻ്റെ രൂപവും പറഞ്ഞു തന്നു. ഏകദേശം ആമേൻ്റെ മാതിരി തന്നെയായിരിക്കും അതുണ്ടാവുക ആറ്റത്തിൻ്റെ ഘടന എന്നും പറഞ്ഞു തരുന്നു. അപ്പം ഇതിൻ്റെ പിന്നിലെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപ്പോൾ ഈ ദേവതകൾ ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്നെല്ലാം പറയുന്നത് ഇന്ദ്രൻ,
വരുണൻ, ഇതെല്ലാം പറയുന്നത് ഇതിൻ്റെ പിന്നിലെല്ലാം കുറേ പ്രേരക ശക്തികളെ ആക്ട് ചെയ്യുന്നുണ്ട്. നമ്മളൊരു ഫാക്ടറി തുടങ്ങിയാണെങ്കിൽ അതിൽ പല ആൾക്കാരും അതിൻ്റെ നിയന്ത്രണം നോക്കി നടക്കും. ഇപ്പോൾ അടുക്കളയിൽ തന്നെയാണെങ്കിൽ അതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന പ്രധാന കുക്കായിരിക്കും. എല്ലാവരോടും പറഞ്ഞാൽ അത് ചെയ്ത് ഇത് ചെയ്യും. കാരണം ഒരു കോർഡിനേറ്റ് ചെയ്യാൻ ആളുണ്ട്. ഏതൊരു ആക്ടിവിറ്റിക്കും അത് വേണം. അപ്പോൾ പ്രപഞ്ചം ഉണ്ടാക്കുമ്പോൾ അവിടെ ഇങ്ങനെയൊക്കെ കണ്ണു മൂക്കൊന്നുള്ള മനുഷ്യരൊന്നുമില്ല, ബലങ്ങളേ ഉള്ളൂ. ഈ ബലം ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് വർക്ക് ചെയ്യുന്നത്? ആ പരമാത്മാവ് എന്ന ആ സംഗതിയുടെ അടിസ്ഥാനത്തിൽ. പരമാത്മാവിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു വീട്ടിൻ്റെ പ്ലാന് ഉണ്ടായി വെച്ച് കഴിഞ്ഞാൽ ആ പ്ലാനിലുള്ള മാതിരിയെ പിന്നെ വീട് നിർമ്മാണം പോവുകയുള്ളൂ. വീട് നിർമ്മാണം പോകണ്ടെങ്കിലും അതിനനുസരിച്ച് ഏകോപിപ്പിക്കാൻ ചില സൂപ്പർവൈസേഴ്സും മേസ്ത്രി എല്ലാം വേണം, കൺട്രോൾ ചെയ്യുന്നവർ. അതുപോലെ ഇവിടെയുള്ള കൺട്രോളിങ് ഫോഴ്സസിനെയാണ്, അതെല്ലാം പരമാത്മാവിൽ നിന്ന് വരികയാണ്. അതിനെല്ലാം ഉള്ള ഉദ്ദേശം എന്താണ്? ഈ പരമാത്മാവിൻ്റെ ഭാവനക്കനുസരിച്ചിട്ടുള്ള ആ പ്ലാൻ അനുസരിച്ചിട്ടുള്ള ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനനുസരിച്ചിട്ടുള്ള പടിപടിയായിട്ടുള്ള സൃഷ്ടി ക്രമങ്ങളാണ് പോകുന്നത്. അതിൻ്റെ പിന്നിൽ ഇങ്ങനെ കുറേ ബലങ്ങളുണ്ട്. ആ ബലങ്ങൾക്കെല്ലാം ഈ പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്നും മനുഷ്യരല്ല, കണ്ണും മൂക്കിയുള്ള ജീവികളൊന്നും തന്നെ എല്ലാ ബലങ്ങളാണ്. അത് ആധുനിക സയൻസ് തിരിച്ചറിഞ്ഞിട്ടില്ല. പിന്നെ മനുഷ്യരുണ്ടാകും, വികാര വിചാരങ്ങളിലൂടെയെല്ലാം മനുഷ്യരെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നത്. അതുമല്ല ഓരോ ബലങ്ങളാണ്. സയൻസും ഒരു ബലമാണ്, പ്രേരക ശക്തിയാണ്. ആ സയൻസിൻ്റെ തത്വം അനുസരിച്ചിട്ടാണ് ഹൈഡ്രജൻ്റെ അകത്ത് ഒരു നടുവിലൊരു പ്രോട്ടോൺ ഉണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റും ഒരു ഇലക്ട്രോണെ ചുറ്റിപ്പിക്കുന്നത്. അതും പ്രേരിപ്പിക്കുന്ന ഒരു ശക്തി തന്നെയാണ്. ഇങ്ങനെ കുറേ പ്രേരക ശക്തികളുണ്ട്. ഇതും നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അല്ലാതെ ഇതൊന്നും എടുത്ത് കാണിച്ചു തരാൻ പറ്റുന്ന തരത്തിലുള്ള സംഗതികളല്ല ഈ ഫലങ്ങൾ. അപ്പോൾ ആറ്റങ്ങൾ ഉണ്ടാകും. ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് അടുത്തേക്ക് പറയും.